നീ ചായ കുടിക്കണില്ലേ? എടുക്കണമെന്നുണ്ട്, പക്ഷെ കയ്യനക്കാൻ പറ്റണില്ല. പാഞ്ചിക്കുട്ടൻ പപ്സ് കഴിക്കുന്നില്ലേ? കഴിക്കണമെന്നുണ്ട്, പക്ഷെ പല്ല് ഹംപ്ലേറ്റ് ഇളകിയിരിക്കുക. ഒരു കടി കടിച്ചാല് പല്ലിളകി പപ്സിന്റെ കൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി നാളെ രാവിലെ എന്നെ നോക്കി ചിരിച്ചിരിക്കുന്ന സംശയം. ശരിയായിട്ടില്ല. ഹലോ, അതെ, നിങ്ങളിത് ബീഫ് കട്ട്ലറ്റ് ആണെന്നല്ലേ പ്രസ്താവിച്ചത്? എന്നിട്ട് ഇതിൽ സവാളയുടെ ഉരുളക്കിഴങ്ങിന്റെ അതിപ്രസരം അല്ലാണ്ട് ഇറച്ചിനെ കുറിച്ച് അവിടെ പരാമർശിക്കണല്ലോ. ഇത് ഞാൻ ഉണരു ഉപഭോക്താവെ ഉണരുവിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. നോൺസെൻസ്. എന്താന്ന് ഞാൻ വെറുതെ വിൽക്കണേന്ന് ഇടിമേടിക്കൂട്ടില്ലടാ. അത് ചപ്ലയറല്ല. അല്ലേ, നിങ്ങൾ കഴിക്കണില്ലേ? ചേട്ടാ ഒരു സ്ട്രോ തരോ? എന്തിനാടാ ഈ ചായ കുടിക്കാൻ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിന്നെ സ്ട്രോ ഇട്ട് കുടിപ്പിക്കും തോന്നണ്ട. എന്റെ ചായ എന്ത് ചേട്ടാ? കളിക്കണ എന്റെ ഉതകപ്പോലെ എന്റെ ചായ എവിടെ? ഞാൻ 1 വർഷം ആയുള്ളൂ ഇവിടെ. ദിയ ചേച്ചി എന്നെക്കാളൊക്കെ സീനിയറാ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നൊക്കെ ദിയ ചേച്ചിയായിരുന്നു. ഹായ്. കുഞ്ഞുമണി വല്ലതും കഴിച്ചോ? എന്നാ മോൾ ഉറങ്ങിക്കോട്ടോ. ആന്റി എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് കളിക്കാവേ. വാവേട് വാവ് മാറാൻ ദിയ ആന്റി തമ്പായിനോട് പ്രാർത്ഥിക്കോ? ആന്റിയും പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കാട്ടോ. മോൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ, എല്ലാ ഉവാവും പെട്ടെന്ന് മാറിക്കോളും. ക്രിട്ടിക്കലാണല്ലേ ചേച്ചി? 901 ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യണോ അതോ ഹെഡിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി ചേച്ചി? ഇതെന്താ ചേച്ചി ഈ നേരത്തെ ഒരു പ്രാർത്ഥന? നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കാമെന്ന്. എല്ലാവരും പ്രാർത്ഥിക്കാൻ നീക്കും, പക്ഷെ ആരും ചെയ്യാറില്ല. പ്രാർത്ഥന മാറ്റിവെച്ചാലേ വലിയൊരു കട. ഇനി മേലെ ഇവിടെ ഇങ്ങനെ വരരുത്. ഈ കോളത്തിൽ വന്നാൽ ഞാൻ പറയില്ല എൻ്റെ അപ്പനാന്ന്. വീട്ടിലെ വേലക്കാരനാന്നേ പറയൂ. ഞാനങ്ങ് വരട്ടെ, ഈ പഴയതൊക്കെ എടുത്ത് കത്തിച്ച് കളയുള്ളൂ. പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും ബാങ്കിലെ ലോണും ശരിയാവും. പിന്നെ എൻ്റെ സാലറി. തൽക്കാലം അപ്പൻ ഇത് കൊണ്ടുപോയി പണയം വയ്ക്കും. ആ ടെസ്റ്റെങ്കിലും സമയത്തിന് നടക്കട്ടെ. പിന്നെ പുതിയൊരു ഷർട്ടും കൊണ്ടൊക്കെ മേടിച്ചേക്കണം. കൊച്ചെന്തെങ്കിലും കഴിച്ചാ? സമയത്ത് കഴിക്കണേ. ശരി. ആരയച്ചത്? എൻ്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പം വാർക്കപ്പുറത്തുനിന്നൊന്ന് വീണു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും പറ്റാവുന്ന പണിയൊക്കെ എടുത്ത് ആ പാവ എന്നെ പഠിപ്പിച്ചത്. ഇപ്പം അമ്മയുടെ ഓപ്പറേഷൻ എടുത്തതിൻ്റെ ടെൻഷൻ അപ്പന്. ചേച്ചി, കിഡ്നി കൊടുക്കുന്നതിന് പേടിയില്ലേ? സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചി എന്തായാലും തിരിച്ചു വരും.
ദിയയ്ക്ക് ആരോടെ എന്തെങ്കിലും ഇഷ്ടം? ഏയ്, ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര പേരെ ചേച്ചി പ്രപ്പോസ് ചെയ്തെന്നറിയാവോ? പക്ഷേ ചേച്ചിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിക്ക് എന്തോ ആരോട് ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടില്ല എന്നാ ചേച്ചി പറയാറ്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരാൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ദീ ചേച്ചി. ചേട്ടൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഏതോ ഒരാളെ കാത്തിരിക്കണ ദിയ ചേച്ചി പറയാറില്ലേ, ആ ഒരാള് ഞാനാണ്.